അപ്പോൾ നമ്മുടെ വേദിയിൽ കലകളാരവത്തിൻ്റെ നമ്മുടെ ഈ വേദിയിൽ എനിക്കൊപ്പം ഒരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്കെല്ലാം വളരെ സുപരിചിതയാണ്. ഒരു ആലിലയിൽ മഞ്ഞ ചരടിൽ കൊടുത്ത പൂത്താലിയുമായി നമ്മുടെ മുന്നിലേക്ക് വന്ന് നമ്മുടെ ജനപ്രിയ ഗായികയായിട്ട് മാറിയ അഖിലാണ്. സ്വാഗതം ചേച്ചി. ചേച്ചി തിരുവനന്തപുരംകാരിയാണ്. അപ്പോൾ പിന്നെ തിരുവനന്തപുരത്ത് കലോത്സവം വരുമ്പോൾ എത്രത്തോളമാണ് ആവേശം, സന്തോഷം എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ലല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. പഴയ സ്കൂൾ ടൈമിലേക്ക് പോവുകയാണ്. ശരിക്കും ഇതൊരു സെലിബ്രേഷൻ തന്നെയല്ലേ, കുട്ടികൾക്ക് മാത്രമല്ല ടീച്ചേഴ്സിനും പാരൻസിനും ഒക്കെ ഒരു ഏഷ്യയിലെ ഏറ്റവും വലിയൊരു കലോത്സവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്പിരിറ്റ് എല്ലാവരും സ്കൂൾ കാലഘട്ടത്തിലാണെങ്കിൽ ഞാൻ ഗ്രൂപ്പായിട്ടുള്ള ഐറ്റംസിനാണ് സ്റ്റേറ്റ് ലെവലിലൊക്കെ പങ്കെടുത്തിട്ടുള്ളത്. എങ്കിൽ പോലും ഗ്രൂപ്പ് ഐറ്റംസ് ആണെങ്കിൽ പോലും എത്രത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ദിവസം. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളെ മലയാളത്തിൽ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഗായികയാണ് അഖില ചേച്ചി. ഇതിൽ ഒരൊറ്റ പാട്ട് മാത്രം മതി അഖില ചേച്ചിയുടെ ടാലന്റ് എത്രത്തോളാണെന്ന് അറിയാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അഴകാലിലെ മഞ്ഞച്ചെറിഞ്ഞ പൂത്താലി. അപ്പം അത്രയും ടാലന്റ് ആയിട്ടുള്ള ഒരു സിംഗർ എന്തുകൊണ്ടാണ് അന്ന് ഗ്രൂപ്പ് ഐറ്റംസിൽ മാത്രം പങ്കെടുത്തത്? അന്ന് ഞാൻ പഠിച്ചത് 8ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ചത് കോട്ടൺ ഹിൽ സ്കൂളിലാണ്, ട്രിവാൻഡ്രം കോട്ടൺ ഹിൽ ഗേൾസ് ഹൈസ്കൂളിൽ. അപ്പോൾ അവിടെ നിന്ന് തന്നെ സെലക്ഷൻ കിട്ടാൻ അത്രത്തോളം കോമ്പറ്റീഷനാണ് സ്കൂളിൽ തന്നെ. എല്ലാം ഒത്തിരി പാട്ടുകാരുണ്ട്. ഇന്നത്തെ ഒരു റിയാലിറ്റി ഷോ പോലെ തന്നെയായിരുന്നു അന്ന് കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്ന് ഒരു കലോത്സവം. അതെ അതെ, അതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി സെലക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ ടഫ് ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. ഞാൻ ഡിസ്ട്രിക്ട് ലെവൽ വരെ പങ്കെടുത്തിട്ടുണ്ട്, എ ഗ്രേഡും സെക്കൻഡും. അന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കലാതിലകം കലാപ്രതിഭ പട്ടമൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. അപ്പോൾ ഡിസ്ട്രിക്റ്റ് വരെ ഞാൻ പങ്കെടുത്തിരുന്നു, എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റിലേക്ക് സോളോ ഐറ്റംസിനൊന്നും പങ്കെടുത്തില്ല. അത് പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ഗ്രൂപ്പ് ആണെങ്കിലും നമുക്ക് ആ ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര എന്നും രാവിലെ തൊട്ട് വൈകിട്ട് വരെ പ്രാക്ടീസ്, ക്ലാസ് കിട്ടിയതുള്ള പ്രാക്ടീസ് ഒക്കെ. നമുക്ക് രണ്ടുപേരിൽ തുടങ്ങിയാലോ? രണ്ടുപേരും പാട്ട് പാടി. ഇഷ്ടമുള്ള സിനിമാ പാട്ട് പാടട്ടെ? അഴകാലിൽ തന്നെ മതി. ഓക്കെ, ജാസി ചേട്ടൻ്റെ മ്യൂസിക്കാണ്, ഞാൻ പാടാം. അഴകാലിലെ മഞ്ഞച്ചരടിലെ പൂത്താലി, മഴവില്ലിൻ കസവുലയും മുകിൽ പുടവ ചുറ്റി, കുന്നിമണിക്കോലു സണിഞ്ഞ് വയൽ കിളി വരവായി, കുരുന്നില പടർപ്പിനുള്ളിൽ കുളിർമൊഴി ഒഴുകി, ഏഴഴകായി പൂങ്കവിളിൽ ചിന്നി നിന്നാണം, എൻ കരളിൻ താഴ്വരയിൽ ചെമ്പകപ്പൂമഴ. അത്രയും സൂപ്പർ ആയിട്ടുള്ളൊരു സോങ് ആണ് അഴകാലിലെ മഞ്ഞച്ചെറിഞ്ഞ. അതെനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. കാരണം ഞാനൊട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു അവസരം കിട്ടുന്നത്. ജയരാജ് സാറിനോട് നന്ദി പറയുന്നു. മാത്രമല്ല ജാസി ചേട്ടൻ ഒരു ശബ്ദം, അതൊരു അതെ അത് തീർച്ചയായിട്ടും ആ പാട്ടിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ജാസി ചേട്ടൻ്റെ വോയിസ് ആണ് ഏറ്റവും ഹൈലൈറ്റ്. അതുകൊണ്ടാണ് എല്ലാവരും ആ പാട്ട് ശ്രദ്ധിച്ചതും. എനിക്കും അതിൽ ഒരു ചെറിയൊരു പാട്ടാവാൻ പറ്റിയപ്പോൾ ഒരു സന്തോഷം. അങ്ങനെ ചേച്ചി പറഞ്ഞതുപോലെ അന്ന് ചേച്ചിയുടെ പഠിക്കുന്ന ടൈമിലൊക്കെ കലാതിലകം കലാപ്രതിഭ, അന്നത്തെ മത്സരം എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ പോലെ എനിക്ക് തോന്നുന്നു അന്ന് ഭീകര മത്സരമാണ്. കലാതിലകമാകാനും കലാപ്രതിഭ ആവാനും ഫോട്ടോ. അതെ, കലാതിലകം കലാപ്രതിഭ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ റിയാലിറ്റി ഷോസിൽ പോലും എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം ഹൈപ്പും ആ ഒരു സ്റ്റാർഡം ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് അതൊക്കെ എന്തൊരു എല്ലാവരുടെയും ഈ കലാപരമായിട്ട് ഉള്ള കുട്ടികളുടെ ഒരു ഡ്രീമാണ്. പ്രത്യേകിച്ച് പ്രതിഭയാവുന്നു, പിന്നീട് നേരെ പിന്നെ നമ്മൾ ഇവരെ കാണുന്ന സിനിമയിലാണ്. അതെ അതെ, അതാണ് എല്ലാം. മിക്കവാറും കൂടുതലും പെൺകുട്ടികളാണ്. കലാതിലകമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് സിനിമയിലേക്ക് സെലക്ട് ചെയ്യാനുള്ളൊരു ആദ്യത്തെ പടിയാണ്. അപ്പൊ എല്ലാവരും എല്ലാവരും ഉണ്ടോന്ന് അറിയില്ല, എന്നാലും ഭൂരിപക്ഷം പേരും സിനിമയിൽ എത്തിപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അന്നത്തിൽ നിന്ന് ഇപ്പോ മത്സരത്തിന്റെ സ്പിരിറ്റ് കുറഞ്ഞായിട്ട് തോന്നുന്നുണ്ടോ? സ്പിരിറ്റ് കുറഞ്ഞതായിട്ട് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് തോന്നിയത് കുട്ടികൾക്കൊരു ഞാൻ പഠിച്ച സമയത്താണെങ്കിൽ ഈ പറഞ്ഞ പോലെ തിലകം കലാപ്രതിഭ ആ ഒരു സമയമായിരുന്നു കുറച്ചുകൂടി കളർഫുൾ ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നത് ഈ TV ചാനലുകളും റിയാലിറ്റി ഷോസും വന്നപ്പോൾ അതിനായി കൂടുതൽ കളർ, കൂടുതൽ ഒരു ഒരു സ്റ്റാർഡം ബൂസ്റ്റൊക്കെ കിട്ടുന്നത് അതിലാണെന്ന് കുട്ടികൾക്ക് ഒരു ചിന്ത വന്നു തുടങ്ങിയെന്നൊരു സംശയമുണ്ട്. എന്നാലും
എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. മനസ്സിലായി. ചേച്ചി പുതിയ പ്രോജക്റ്റ് ഒക്കെ എന്താ, ഏതൊക്കെയാണ്? നമുക്ക് പുതിയ വർഷമാണ്, 2025 ആണ്. അതെ, ഞാൻ കഴിഞ്ഞ വർഷം പാടി വെച്ച കുറച്ച് പാട്ടുകളുണ്ട്. അതിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ട് പാടിയത് ശാന്തമി രാത്രി എന്ന് പറഞ്ഞ സിനിമയാണ്. റിലീസാവാൻ പോകുന്നതേ ഉള്ളൂ. ജയരാജ് സാറ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ജാസി ചേട്ടൻ്റെ മ്യൂസിക്കിൽ തന്നെ ഒരു പാട്ട് പാടാനുള്ള ഭാഗ്യം കിട്ടി. പിന്നെ ഔസിപ്പച്ചൻ സാറിൻ്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, വിനീതിനോടൊപ്പം ഡുവറ്റാണ്, വിനീത് ശ്രീനിവാസനോടൊപ്പം. അതും ഫെബ്രുവരിയിലായിരിക്കാം റിലീസ് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കുറച്ച് സിനിമകൾ. ഈ കേരളത്തിൽ നിന്ന് അന്യഭാഷകളിലും പാടിയിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു. അധികമില്ല, വളരെ കുറച്ച്. കന്നഡ, തമിഴൊക്കെ വളരെ 1-2 പാട്ടുകൾ പാടാൻ പറയുന്നത് എനിക്ക് ഓർമ്മയില്ല. അല്ല, അന്ന് ഈ കന്നഡ, തെലുങ്ക്, ഈ കന്നഡയിലൊക്കെ പാടുന്ന സമയത്ത് ഈ ലാംഗ്വേജ് ഒരു പ്രശ്നമായിരുന്നോ? അല്ല, അത് മ്യൂസിക് ഡയറക്ടർ മലയാളി തന്നെയാണ്, ഇഷാൻ ദേവ് ആണ്. അപ്പോൾ ഞാൻ ഹിന്ദിയിലാണ് എഴുതിയെടുത്ത് എന്നെ പാടിപ്പിച്ചത്. അപ്പോൾ കൂടുതൽ ഹിന്ദിയിൽ എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആവും. പിന്നെ കറക്റ്റ് ചെയ്ത് തരാൻ ആൾക്കാരുണ്ടാവുമല്ലോ അന്യഭാഷയിലേക്ക് പാടുമ്പോഴും. അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് ചേച്ചി ഇപ്പം ഈ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കുമായിട്ട് ഒത്തിരി എൻഗേജ്ഡ് ആയിരുന്നു. ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. 1-2 അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്തൊക്കെയാണ് കൂടുതലും അതിലേക്ക് കൂടുതൽ ശ്രദ്ധ ഉണ്ടായത്. പിന്നെ വീണ്ടും ബാക്ക് ടു നോർമൽ ആയപ്പോൾ പ്രോഗ്രാംസും റെക്കോർഡിങ്സും പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് കുറച്ച് യാത്രകളും തിരക്കും ഒക്കെ ആയപ്പോൾ പിന്നെ അതിലൊന്ന് ഇൻട്രസ്റ്റ് കുറഞ്ഞു വരുന്നു എന്നൊരു സംശയമുണ്ട്. പക്ഷെ ഇപ്പോൾ ഫിലിം സോങ്സിനേക്കാളും കൂടുതൽ ഇപ്പോൾ പ്രാധാന്യം എല്ലാവരും കൊടുക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിനാണ്. പുതിയ പാട്ടുകൾ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ എല്ലാവർക്കും അതിനോടൊരു താല്പര്യമുണ്ട്. അതിന് കുറച്ച് അവസരങ്ങളും ഉണ്ടാവുന്നുണ്ട്. നല്ല കാര്യം. കൂടുതൽ അതിനോടാണ് താല്പര്യം. അതെ, ഇപ്പൊ ബാൻഡ് ആണെങ്കിൽ പോലും പുതിയ പാട്ടുകൾ എല്ലാവരും സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ നിലവിൽ ഇപ്പൊ നമ്മള് കലോത്സവ വേദിയിലാണ് ഇരിക്കുന്നത്. ചേച്ചി കൊല്ലത്ത് പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം? കഴിഞ്ഞ വർഷം പോയില്ല. ഓക്കെ. ഇപ്പൊ തിരുവനന്തപുരത്ത് ഇപ്പൊ 2016 ശേഷം 2024 വന്നു. ഇനിയിപ്പോ ഇനിയൊരു നമ്മളൊരു 10 വർഷം കാത്തിരിക്കണമെന്ന് തോന്നുന്നു അടുത്ത ഒരു തിരുവനന്തപുരത്ത് കലോത്സവം വരാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് ഞാനൊരു ചെസ് നമ്പർ തരുവാണ്. അങ്ങനെയാണെങ്കിൽ ആ വേദിയിൽ പോയി ഏതിനായിരിക്കും, ഇപ്പൊ പാട്ട് മത്സരത്തിൽ തന്നെയാണെങ്കിൽ ഏതിനാവും ആദ്യം പോയി പങ്കെടുക്കുക? തീർച്ചയായിട്ടും ലൈറ്റ് മ്യൂസിക്. ഞെട്ടിയല്ലേ? പഠിക്കുമ്പോഴും പാട്ട്, മ്യൂസിക് ഐറ്റംസിനൊക്കെയാണ് പങ്കെടുത്തിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഡിസ്ട്രിക്ട് ലെവലിൽ സെക്കൻഡും എ ഗ്രേഡും സെക്കൻഡും കിട്ടിയത് ക്ലാസിക്കൽ മ്യൂസിക്കിനായിരുന്നു, ശാസ്ത്രീയ സംഗീതം, കർണാട്ടിക് മ്യൂസിക്കിനായിരുന്നു. അന്ന് സീരിയസ് ആയിട്ട് കർണാട്ടിക് മ്യൂസിക് പഠിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോഴും സിംഗിങ് ഫീൽഡിൽ തന്നെ നിൽക്കാൻ സപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു ബേസിക് ആയിട്ട് പഠിച്ചത് കൊണ്ട് തന്നെയാണ്. പക്ഷെ അന്ന് ലൈറ്റ് മ്യൂസിക്കിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ഞാൻ ക്ലാസിക്കൽ മ്യൂസിക്കിനായിരുന്നു എന്ന് തോന്നുന്നു. കാരണം അച്ഛനും അമ്മയ്ക്കൊക്കെ കച്ചേരി കേൾക്കണം എന്നൊക്കെ ആയിരുന്നു താല്പര്യം. പിന്നീടാണ് ചേച്ചി ആരെങ്കിലും അച്ഛനും അമ്മയൊക്കെ പാടും? അങ്ങനെ പ്രൊഫഷണൽ ആയി പാടുന്ന ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അച്ഛനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ അന്നത്തെ കാലത്ത് പഠിക്കാനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കൊരു ലൈറ്റ് മ്യൂസിക് ആയാലോ? അയ്യോ, എനിക്ക് വരിയൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോ. അതൊന്നും കുഴപ്പമില്ല. അന്ന് പാടിയ ഒരു പാട്ട് കുറച്ച് ഓർമ്മയിൽ പാടാം. കളകളനാദത്താൽ ഭൂപാളം മൂളുന്ന കലയുടെ തോഴി നിളാനദി, മലയാള കരയുടെ തോഴി നിളാനദി, കവികൾ വാഴ്ത്തിയ നിൻ പുണ്യ തീരങ്ങൾ ശാന്തമാണോ സഖി, ശാന്തമാണോ സഖി. ചേച്ചി പറയുന്ന പോലെ ആരോ ഒരു വേദിയിൽ ഇതുപോലെ ഒരു മത്സരത്തിൽ പാടി കേട്ടപ്പോൾ റെക്കോർഡ് ചെയ്ത് പഠിച്ച ഒരു ലൈറ്റ് മ്യൂസിക് ആണ്. ഓക്കെ. നമ്മുടെ ഒന്നാം വേദിയുടെ പേരും MT നിള എന്നാണ്. ആദ്യം ഈ 25 വേദികൾക്കും ഇത്തവണ പുഴകളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മുടെ ഒന്നാം വേദിക്ക് ആദ്യം ഭാരതപ്പുഴ എന്നായിരുന്നു, പിന്നീടാണ് MT നമ്മളെ വിട്ടു പോകുന്നത്. അങ്ങനെയാണ് ഇതിന്റെ വേദിയുടെ പേര് MT നിള എന്നാക്കിയത്. നിള. ഓക്കെ. അന്നത്തെ സമയത്ത്
സമയത്ത് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ആകാശവാണിയിൽ ലളിത സംഗീത പാഠമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി അതൊക്കെ ഫോളോ ചെയ്യുമായിരുന്നു? തീർച്ചയായിട്ടും. പക്ഷേ അന്ന് അത് മാത്രമല്ലേ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ആകാശവാണിയുടെ. അന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് കാലഘട്ടം പഴയ ഒന്നും അതല്ല. എന്നാൽ പോലും ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന ഒരുപാട് ലളിതഗാനങ്ങൾ എല്ലാ ദിവസവും ശനിയാഴ്ചയോ മറ്റോ ആയിരുന്നു തോന്നുന്നു. അതെ, പോപ്പുലർ ആയിരുന്നു. വീണ്ടും തുടർന്നും അങ്ങനത്തെ പരിപാടി തുടർന്നും ഉണ്ട്. ഇപ്പോഴും സംഗീത ലളിതഗാന പാഠം ഇപ്പോഴും ഉണ്ട് ആകാശവാണിയിൽ. എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്നൊന്നും അറിയില്ല, എന്നാലും അതിപ്പോഴും തുടരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ എന്താണെങ്കിലും വളരെയധികം സന്തോഷം ചേച്ചി നമ്മുടെ വേദിയിൽ വന്നതിനും ഈ കലോത്സവ വേദിയിൽ വന്നതിനും ആ ഓർമ്മകളൊക്കെ പങ്കുവച്ചതിനും നല്ല പാട്ടുകൾ പാടിത്തന്നതിനും ഒക്കെ ഒത്തിരി സന്തോഷം. ഈ ഒരു അവസരത്തിൽ ഇവിടെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇപ്പൊ ചാനല് ഇങ്ങനെയുള്ള പരിപാടികൾ ഞങ്ങളുടെ ഫസ്റ്റ് കലോത്സവ പ്രോഗ്രാമാണിത്. ന്യൂസ് മലയാളം തുടങ്ങിയിട്ട് ആദ്യത്തെ ഇവന്റ് ആണ് കലോത്സവം. ഓക്കെ. അപ്പൊ ഇങ്ങനെ പഴയ ഓർമ്മകൾ പങ്കുവെക്കാനായി ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഒരുപാട് സന്തോഷം. എല്ലാ കുട്ടികൾക്കും ആശംസകൾ. ശരി, ഈ ഒരു വർഷം 2025 ചേച്ചിയുടെ കൂടെ വർഷമാവട്ടെ. താങ്ക് യു. ഒത്തിരി നല്ല നല്ല പ്രോജക്റ്റുകൾ വരട്ടെ, നല്ല നല്ല പാട്ടുകൾ ഞങ്ങൾക്കും കഴിയട്ടെ. താങ്ക് യു സോ മച്ച്.